ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ മഞ്ഞായി തോരാതെ പെയ്തു നീയേ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ ആരാരും കാണാൻ മനസ്സിൽ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ മഴ പോലെ നേർത്ത വെയിലായി വന്നു വീൽ തൊടുന്നു പതിവായി ഒരു കാറ്റ് പോലെ എന്ത് പറ്റി അളിയാ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ സൂപ്പർ എക്സൈറ്റിംഗ് ഡെലിഷ്യസ് അളിയാ സൂപ്പർ അളിയാ സൂപ്പർ സൂപ്പർ ഒരുമാതിരി മനുഷ്യൻ മൂട് പിടിച്ച് വന്നപ്പോ പാട്ട് നിർത്തിക്കളഞ്ഞു. അപ്പൊ പുതിയതായിട്ട് വന്ന ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചി പേര്? എന്റെ പേര് അംബിക. എന്റെ പേര് സുജാത. സുജാത. ഇനി ഇതിൽ നിന്ന് രണ്ടുപേർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. അത് സംഭവം. ആ രണ്ടുപേരെ നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് മിസ്റ്റർ വിജയ്? അതായത് തുടക്കത്തിൽ നമ്മളൊരു ഓഡീഷൻ ഒക്കെ നടത്തി ഇതിൽ കുറച്ച് പേര് ഓൾറെഡി കുറച്ച് മാർക്ക് സ്കോർ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ, ലീഡിംഗ് ആയിട്ട്. അവർക്കായിരിക്കും എപ്പോഴും മുൻഗണന. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്. ഈ പറയുന്ന ഒരു ടാസ്ക് നമ്മൾ തരും, അതിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇന്നാവാൻ പോകുന്നത്. ഓക്കെ, പെണ്ണുങ്ങൾക്കാണ് ടാസ്ക് എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വീട്ടിലേക്ക് ബിരിയാണി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഒന്നാം തരം കുറ്റിച്ചിറ ലഗൂൺ ബിരിയാണി. അപ്പൊ അത് പ്രതീക്ഷിച്ച് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ വന്നപ്പോഴത്തേക്ക് ചേട്ടന്റെ കയ്യിൽ ബിരിയാണി ഇല്ല, ഒരു വഹയില്ല. അപ്പം അതിന് നിങ്ങൾ റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ലെവലിൽ വരെ റിയാക്ട് ചെയ്യണം? പൊട്ടിത്തെറിക്കണം, നാഗവല്ലിയെ പോലെ പൊട്ടിത്തെറിക്കണം. ഏത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും. അപ്പം ഏറ്റവും നന്നായിട്ട് പൊട്ടിത്തെറിച്ച് അഭിനയിച്ച് നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന അവർക്കായിരിക്കും ചാൻസ്. ആദ്യത്തെ ഭർത്താവ് ഇവൻ. ഓക്കെ, ബിരിയാണിയുടെ കടയില് നിങ്ങളോട് ഞാൻ രാവിലെ പോകുമ്പോ എന്താ പറഞ്ഞേ? എന്ത് പറഞ്ഞു? പോയിട്ട് വരാൻ പറഞ്ഞു. എന്ത് പോയിട്ട് വരാനും? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇവിടെ എന്താ ഒരു പച്ചവെള്ളം പോലെ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ബിരിയാണി. അപ്പൊ അനക്ക് ഞാൻ പോയിട്ട് വരണ്ടേ? പോയിട്ട് വരാൻ നിങ്ങൾ വന്നില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ബിരിയാണി കിട്ടിയാൽ മതി. നിനക്ക് ബിരിയാണിയെ വലുത്, ഞാനാണോ വലുത്? വിടമാട്ടെ, എവിടെ വിടമാട്ടെ? വിടമാട്ടെ. അയ്യോ ഗനാലേ, ഉന്നെ കൊന്ന് നിന്നെ കടിച്ച് തുപ്പി രക്തത്തെ കുടിച്ച് ഞാൻ നോക്കാരമാണ്. എന്റെ കയ്യിലൊന്നും കാണാത്തെ. കയ്യില് 10 വിരലുണ്ട്, നിനക്ക് കാണാൻ വയ്യേ? ഞാൻ പോകുമ്പോ എന്താ പറഞ്ഞിരുന്നേ? മീൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അതെ, അപ്പളേക്ക് മറന്നോ? ബാക്കിയുള്ളവർ പറഞ്ഞാ അത് ഓർമ്മ നല്ലോണം ഏത് ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ളവര്? അല്ല എനിക്കിപ്പോ എന്താണ് വേണ്ടേ? ഞാൻ പറഞ്ഞിരുന്നല്ലോ ബിരിയാണി വാങ്ങിക്കൊണ്ടുവരേ. എനക്ക് ബിരിയാണി കൊണ്ടുവര മാട്ടേ, കൊണ്ടുവരലീന. நான் உன்னைய கொன்னு என்னோட பசிய தீர்த்துக்குவேன்.